ഇവരെന്നോട് പറഞ്ഞു നമുക്ക് തൃക്കരിപ്പൂര് മുതൽ നീലേശ്വരം വരെ റോഡ് ഷോ ഉണ്ട്. ഞാൻ ചോദിച്ചു എത്ര സമയം എടുക്കും? 1 മണിക്കൂർ മതിയാവുന്നു. ഞാൻ പറഞ്ഞു ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ 1 മണിക്കൂർ മതി, നിങ്ങൾ ധൈര്യമായിട്ട് കയറിക്കോളെന്ന് പറഞ്ഞു. ഞാൻ അതിനനുസരിച്ചിട്ട് 8 മണിക്ക് കാസർഗോഡ് പരിപാടി, 9 മണിക്ക് മഞ്ചേശ്വരം പരിപാടി. അവരൊക്കെ അവിടെ കാത്തിരിക്കും. ആ പറഞ്ഞതുപോലെ ഇനിയിപ്പോ നാളെ വരെ നിന്നാലും ഇത് അവിടെ എത്തും തോന്നുന്നു. അവസാനം വരുന്ന വഴിയിലുടനീളം ആളുകൾ ഇങ്ങനെ നിൽക്കുക. പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും മാത്രമൊന്നുമല്ല, റോഡിന്റെ 2 സൈഡിലും ജനങ്ങൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. സ്ഥാനാർത്ഥിയെ കാണാൻ, അഭിവാദ്യങ്ങൾ അറിയിക്കാൻ, പിന്തുണ അറിയിക്കാൻ, ജയിക്കുമെന്ന് പറയാൻ, ജയിപ്പിക്കുമെന്ന് പറയാൻ. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, അതിന് ജാതിയില്ല, മതമില്ല, ആൺപെൺ വ്യത്യാസമില്ല, അതിന് പ്രായത്തിന്റെ വ്യത്യാസമില്ല. ഈ ആവേശം ബൂത്തിലെത്തിയാൽ മെയ് 4-ന് തൃക്കരിപ്പൂരിന് ഒരു MLA ഉണ്ടെങ്കിൽ അത് സന്ദീപ്. ഉത്തരവാദിത്തമാണ് ഈ ആവേശത്തെ ബൂത്തുകളിലേക്ക് എത്തിക്കണം. ഒരു വീട് നമ്മൾ വിട്ടുപോവില്ല എന്ന വാക്ക് നിങ്ങൾ എനിക്ക് തരണം. ഉറപ്പാണോ? കൈയടിച്ച് പാസ്സാക്കി തരാം. ബാക്കി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. അത് ഉറപ്പാണോ? 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സന്ദീപ് ഞാൻ വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞത്, ഇവിടുന്ന് അങ്ങോട്ടൊരു കാര്യം നിങ്ങൾ നോക്കണ്ട, നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചിരിക്കുന്ന. ഇപ്പൊ ഇവിടെ വരുമ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്നത്, തൃക്കരിപ്പൂരുകാര് പറയുന്നത് വാര്യരെ ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. ബന്ധത്തിലും പരിചയത്തിലും ഒക്കെയുള്ള ആളുകളോട് പറയണം, കുടുംബത്തിലുള്ള ആളുകളോട് പറയണം, അയൽപക്കത്തുള്ള ആളുകളോട് പറയണം, സൗഹൃദങ്ങളുള്ള ആളുകളോട് പറയണം. ഒരു തവണ തൃക്കരിപ്പൂരിന്റെ നല്ലതിന് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് നിങ്ങൾ പറയണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ആവേശം ബൂത്തിലേക്ക് എത്തിയാലേ നമുക്കിതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഈ ആവേശം ബൂത്തിലെ അധ്വാനത്തിലേക്ക് മാറ്റിയാലേ നമുക്കിതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾ മാത്രം വിചാരിച്ചാലേ നടക്കൂ. അത് ഞാൻ വിചാരിച്ചാൽ നടക്കൂല, സന്ദീപ് വാര്യർ വിചാരിച്ചാൽ നടക്കൂല, ആരിസ്ക വിചാരിച്ചാൽ നടക്കില്ല. പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നിങ്ങൾ വിചാരിക്കുമല്ലോ. വേറെ രാഷ്ട്രീയമൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു കാര്യം, ഒരു കവലയിൽ 4 ഹോർഡിങ്സിൽ 3 ബോർഡും മുതലാളിയുടെ ചിത്രം വെച്ചിട്ട് ലോഡിംഗ് 3 എന്ന് എഴുതിയ അത് വരുമെന്ന് ആരും ധരിക്കാൻ പറയുന്നു. അതിനി കേരളത്തിലെ ജനങ്ങൾ സഹിക്കില്ല. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വയറ്റിൽ വെച്ച കത്രിക 2-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തെടുത്തിട്ട് ഞങ്ങൾക്ക് 3-ാമതൊന്നും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അനുവദിക്കില്ല. ഞാൻ ഇവിടുന്ന് വരുന്നത് എവിടുന്നാണെന്നറിയോ? ഞാൻ വരുന്നത് തളിപ്പറമ്പിൽ നിന്ന്. അവിടുത്തെ സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ മാഷ് 55 കൊല്ലം CPM-ന് പണിയെടുത്തൊരു നേതാവാ. അയാൾ പറയാ, ഒരു കാലത്തും പാർട്ടി ഇങ്ങനെ പ്രവർത്തകരെ മറന്നിട്ടില്ല. സങ്കടത്തോടെ അയാൾ പറയാണ്, പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇതുപോലെ പ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിച്ചിട്ടുണ്ടായിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക, ആരോട് വോട്ട് ചോദിക്കാതിരിക്കണ്ട. നാട് നന്നാവണം, പാർട്ടി നന്നാവണം എന്ന് രണ്ടും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സഖാവുണ്ടെങ്കിൽ ആ സഖാവിന്റെ വോട്ടും ഇത്തവണ കൈപ്പത്ത് ചിഹ്നത്തിലായി. ഞാൻ ഇവിടുത്തെ യുവ പോരാളികളെ, നമ്മുടെ യൂത്ത് ലീഗിന്റെ ചോണക്കുട്ടികൾക്ക്, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും MSF-ന്റെ ഒക്കെ പ്രിയപ്പെട്ട പോരാളികൾ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ ഒരു പ്രഖ്യാപനം കൂടെ നടത്താനാണ് KPCC പ്രസിഡന്റ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. സന്ദീപ് വാര്യർ അല്ല നമ്മുടെ സ്ഥാനാർത്ഥി. പുതിയ സ്ഥാനാർത്ഥിയെ ഞാൻ പ്രഖ്യാപിക്കാൻ പോവാണ്. നിങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തേക്കണം. പിന്നെ മറ്റവരുടെ കാര്യം പറയാതിരിക്കണ്ട, അതും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇലക്ഷൻ കമ്മീഷൻ അയക്കുന്ന സീരിയലൊക്കെ ഇപ്പൊ ലവന്മാരുടെ കത്തിലൊക്കെ ഇപ്പൊ BJP-യുടെ സീലാ വരുന്നത്. അപ്പോ കുറച്ച് അവരോടും പറയട്ടെ.
വിളിച്ചു